بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد راحة النفس بالصلاة നിസ്കാരത്തിലൂടെ നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കും. عن سالم بن أبي الجعد قال رجل من خزاعة ليتني صليت فاسترحت فكأنهم عابوا ذلك عليه فقال سمعت رسول الله صلى الله عليه وسلم يقول أقم الصلاة يا بلال أرحنا بها. സാലിം ബിൻ അബിൽ ജഅദ് താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഖുസാഅ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ സഹാബിയാണ്. ആ ഖുസാഅ ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബി പറയുന്നത് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ലൈതനി സല്ലൈതു ഫസ്തറഹ്തു, ഞാൻ നിസ്കരിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം, ഒരു വിശ്രമം കിട്ടുമായിരുന്നു, ഒരു സമാധാനം കിട്ടുമായിരുന്നു. ഫകഅന്നഹും ആബു ദാലിക അലൈഹി, ആ സഹാബി ആ വാക്ക് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ വിചാരിച്ചു ഒരു മോശമായ രീതിയിൽ അതിനെ മനസ്സിലാക്കി, തെറ്റായ രീതിയിൽ അതിനെ മനസ്സിലാക്കി. അഥവാ നിസ്കരിക്കാൻ പോയാൽ ആ ജോലിയിൽ നിന്ന് കുറച്ച് വിശ്രമം കിട്ടും, ദുനിയാവിൻ്റെ ജോലി തിരക്കിൽ നിന്നും നിസ്കരിക്കാൻ നിന്നാൽ കുറച്ച് വിശ്രമം കിട്ടും എന്നാണ് അവർ മനസ്സിലാക്കിയത്. അതാ നിസ്കരിക്കുമ്പോൾ ആരും തടയില്ലല്ലോ. അപ്പം ദുനിയാവിൻ്റെ ജോലി തിരക്കിൽ നിന്നും വിശ്രമിക്കാനുള്ളൊരു അവസരമായിട്ട് നിസ്കാരത്തെ കാണുക അതൊരു മോശമാണ്. ആ രീതിയിൽ തെറ്റായ രീതിയിൽ കേട്ട ആൾക്കാർ മനസ്സിലാക്കി. ഇദ്ദേഹം പറഞ്ഞു, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അഖിമിസ് സ്വലാത്ത യാ ബിലാൽ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിക്കാൻ ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. അരിഹ്നാ ബിഹ, ആ നിസ്കാരം കൊണ്ട് ഞങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കുക. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനം കണ്ടെത്തി നിസ്കാരത്തിലാണ്. അപ്പോൾ നല്ല രീതിയിൽ ഖുശൂഅോടുകൂടി ഒരാൾ നിസ്കരിച്ചാൽ അത് ഹൃദയത്തിന് മനസ്സിന് വലിയ സമാധാനമായിരിക്കും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിലാണ് എൻ്റെ കൺകുളിർമാക്കപ്പെട്ടത് നിസ്കാരത്തിലാണ്. റസൂലിന് വലിയ സമാധാനമായിരുന്നു. കാരണം നിസ്കാരം എന്താണ്? നമ്മുടെ റബ്ബുമായിട്ടുള്ള മുനാജാത്താണ്. ഫഇന്നഹു യുനാജി റബ്ബഹു എന്ന റസൂൽ പറഞ്ഞ, നാജ യുനാജി എന്ന് പറഞ്ഞാൽ രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുക. രണ്ടാൾക്കാർ മറ്റാരും കേൾക്കാതെ രണ്ടാൾക്കാർ രഹസ്യമായി സംഭാഷണം നടത്തുന്നതിനാണ് എന്താ പറയുക, നാജ യുനാജി, മുനാജാത്ത് എന്ന് അറബി പറയാം. അപ്പോൾ നിസ്കാരക്കാരെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞത് ഫഇന്നഹു യുനാജി റബ്ബഹു, അവൻ അവൻ്റെ റബ്ബുമായിട്ട് സംഭാഷണത്തിലാണ്. അതാണ് അതിൻ്റെ അർത്ഥം. കാരണം ഫാത്തിഹയെ സംബന്ധിച്ച് പറഞ്ഞൊരു ഹദീത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയ ഹദീത്താണ്. അല്ലാഹ് പറയുന്നതായിട്ട്, ഖസ്സംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, സൂറത്തുൽ ഫാത്തിഹയെ ഞാൻ നേരെ പകുതിയായി വിഭജിച്ചു. പകുതി എനിക്കും പകുതി എൻ്റെ അടിമക്കുള്ളതാണ്. ആദ്യത്തെ 3 ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ആ അടിമ ഓതുമ്പം അതിന് അള്ളാഹു മറുപടി പറയും. അതാണ് ഫാത്തിഹ നിർത്തി ഓരോ ആയത്ത് മുറിച്ച് ഓതാൻ പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പം അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ ഇതാ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ സ്തുതിച്ചിരിക്കുന്നു. പിന്നെ റഹ്മാൻ റഹീം എന്ന് പറയുമ്പം മജ്ജദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പം അള്ളാഹു മറുപടി പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. അടുത്ത ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അപ്പോൾ അള്ളാഹു പറയും, ദാ ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ്, ഉടമ്പടിയാണ്. വലി അബ്ദി മാ സഅൽ, ഇനി അങ്ങോട്ട് എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് ആ അടിമക്ക് ഞാൻ നൽകും. പിന്നീട് ദുആ ആണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ദുആ ആണ്. അപ്പോൾ ആ ദുആക്ക് അള്ളാഹു തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ട് നിസ്കാരത്തിൽ. ഒരടിമ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്നത് നിസ്കാരത്തിലുള്ള സുജൂദിലാണ്. അപ്പോൾ അതാണ് നിസ്കാരം കൊണ്ട് എന്ത് ചെയ്യും, മനസ്സിന് പ്രയാസം ഉണ്ടാകുമ്പോൾ ഇടുക്കുണ്ടാകുമ്പം
അള്ളാഹിൻ്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിച്ച് അത് ഖുശൂഅോടുകൂടി മനസാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചാൽ അതുപോലെ മനസ്സിന് വലിയ സമാധാനം. കാരണം എന്താണ്? എൻ്റെ ഖാലിഖുമായിട്ട്, എൻ്റെ മാലിക്കുമായിട്ടാണ് അവിടെ സംഭാഷണം നടത്തിയിട്ടുള്ളത്, ആ മനസ്സ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യുക? നിസ്കാരത്തെ കാണുക. വലിയ സമാധാനവും മനസ്സിന് റാഹത്തും നിസ്കാരത്തിലൂടെ ലഭിക്കും. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്.